എൻ്റെ ജീവിതം നിശ്ചയിക്കുന്നത് ഞാനാണ്. എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും നിറവേറ്റേണ്ടതും ഞാനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ താക്കോൽ ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതോടെ എൻ്റെ ജീവിതം അന്ധകാരത്തിലേക്ക് നീങ്ങി. പിന്നെ എനിക്ക് അവിടെ ഒരു കൺട്രോളുമില്ല. നിങ്ങൾ പറയും, വിവാഹിതയായ ഒരു സ്ത്രീക്ക് മക്കളെയും ഭർത്താവിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിൽ വേണം നിൽക്കാൻ. വേണം, ഒരു ചെറിയ അളവ് വരെ അവരെയും അവരുടെ സ്വാധീനവും നമുക്കിലുണ്ടാവും. പക്ഷേ പൂർണ്ണമായും നമ്മുടെ ജീവിതം നമ്മുടെ കൺട്രോളിലല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. നോക്കൂ, എൻ്റെ മക്കൾ വലുതായി, അവരവരുടെ പ്രൊഫഷനുമായി. ഇനി എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം വെളിയിലെടുക്കണം. എൻ്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണം എന്ന് ഞാൻ നിശ്ചയിക്കണം. അത് യാത്രയിലൂടെയാണോ? എൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്തേണ്ടത് എൻ്റെ മനസ്സിലാണ് എന്ന് വെച്ചിട്ട് മാനത്ത് കൊട്ടാരം കിട്ടുകയല്ല വേണ്ടത്. എൻ്റെ സ്വപ്നങ്ങൾ ഒരു വലിയ മലയോളം പോവുകയാണെങ്കിൽ അതൊരു കുന്നോളമെങ്കിലും എത്തും. അങ്ങനെ സ്വപ്നം കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നൊക്കെ വിചാരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം ഒരു പടുകുഴിയിൽ വീഴുകയേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാരെ, എൻ്റെ പ്രായത്തിലുള്ള മധ്യവയസ്കരായിട്ടുള്ള ജനങ്ങളോട് ഞാൻ പറയുകയാണ്, ഇനി നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങളുടെ കുട്ടികളെ ആശ്രയിക്കാതിരിക്കുക. അതിന് വേണ്ടത് നിങ്ങൾക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്ന കാലത്തോളം നിങ്ങൾ ജോലി ചെയ്യുക. ആ പണം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. ലോകത്ത് നിങ്ങൾക്ക് എവിടെ പോകണം അവിടെ പോവുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് അത് ചെയ്യുക. പ്രായം ഒന്നിനും ഒരു വിലങ്ങ് തടിയല്ല കേട്ടോ. ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും യോഗയും മറ്റ് ഫിസിക്കൽ എക്സസൈസ് ചെയ്ത് എൻ്റെ ശരീരത്തിനെ ഒന്ന് ഇതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. ഒരു വയസ്സതിനൊരു തടസ്സമല്ല, കാരണം ഞാൻ ഡാൻസറാണ്. അപ്പോൾ എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് ചെയ്യുക. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മയുണ്ട്, 70 കഴിഞ്ഞതിന് ശേഷമാണ് അവർ കഥകളി അഭ്യസിച്ചതും അവർ അരങ്ങേറ്റം കുറിച്ചതും. അപ്പോൾ ഇതിനൊന്നും ഒരു പ്രായമേ ഒന്നിനും തടസ്സമല്ല. എൻ്റെ കൂട്ടുകാരെ, ജീവിതം നശിപ്പിച്ച് കളയരുതേ. സ്വന്തം ജീവിതം അവനവന് ഇഷ്ടമുള്ളത് ചെയ്യുക, അവനവന് ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുപോവുക. പക്ഷേ ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അന്യരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ ഒരിക്കൽ പശ്ചാത്തപിക്കുന്ന രീതിയിൽ നിങ്ങളൊന്നും മുന്നോട്ട് പോകരുത്. എല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കും കൂടി വേണം ചെയ്യാനായിട്ട്. നിങ്ങൾക്കിപ്പോൾ 1,00,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കട്ടെ, അതിൻ്റെ 1/10 നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുക. ദൈവത്തിന് ഒന്നും ആവശ്യമില്ല, ദൈവത്തിന് പണം ആവശ്യമില്ല. ദൈവം സർവശക്തനാണ്. അന്ധകടാഹങ്ങളുടെയും കാവൽക്കാരനാണ് ദൈവം. അതിൻ്റെയൊക്കെ അവകാശിയാണ് ദൈവം. ആ ദൈവത്തിന് എന്താ നമ്മൾ സ്വർണം കൊടുക്കുന്നത്? നിങ്ങൾ പാവപ്പെട്ട വ്യക്തികളുടെ കാര്യങ്ങൾ നോക്കുക. വിവാഹം നടത്താത്ത അനാഥാലയത്തിലെ കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുക, അവർക്ക് ആഹാരം നൽകുക, വെളിയിൽ കാണുന്ന പാവപ്പെട്ട അമ്മമാർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ ഒരിക്കലും മറ്റൊരാളെ ഏൽപ്പിക്കരുത്.